മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. മഹായുതി വലിയ മാർജിനിൽ വിജയിച്ച് കയറിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുന്നതും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തതോടെ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള ചില പാർട്ടികൾ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഒറ്റയടിക്ക് വിധിച്ചിരിക്കുകയാണ് കമ്മീഷൻ. ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ മിനിമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധനാ നടപടിക്രമങ്ങൾ പോലും ആവശ്യമാണ്. എന്നാൽ അതിനു പോലും നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പറഞ്ഞത് BJPയെ സഹായിക്കാനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ വിഷയം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള കണക്കിൽ പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടർ ഡേറ്റയുടെ വിശകലനത്തിലാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് വെളിവാകുന്നതും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുപ്രകാരം ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളായിരുന്നു. അതായത് 66.5%. എന്നാൽ മൊത്തം എണ്ണിയ വോട്ടുകളാവട്ടെ 6,45,92,508. മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5,04,313 വോട്ടുകൾ അധികം എണ്ണി. സംസ്ഥാനത്ത് മൊത്തം എണ്ണിയ വോട്ടുകളിലാണ് 5,04,313 വോട്ടുകളുടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ 5 ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു, ആർക്ക് പോയി എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷം ഇപ്പോൾ തേടുന്നത്. ഇതിനെതിരെ കണ്ണടച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 8 മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവാണ് എണ്ണിയത്. ബാക്കി 280 മണ്ഡലങ്ങളിലാകട്ടെ ആകെ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയ വോട്ടുകളുടെ കണക്ക്. അഷ്തി മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ 4,538 അധികം വോട്ടുകൾ എണ്ണിയപ്പോൾ ഒസ്മാനാബാദ് മണ്ഡലത്തിൽ അധികമായി വന്നത് 4,155 വോട്ടുകളായിരുന്നു. ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കുന്ന 17C ഫോമിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ആകെ പോൾ ചെയ്ത വോട്ടുകളും സൂക്ഷിക്കാറുണ്ട്. ഈ ഫോമിലെ കണക്ക് വ്യത്യാസമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണത്തിന് പിന്നാലെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സുപ്രീം കോടതി സമീപിക്കുകയും ചെയ്തിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള പോളിംഗ് വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടണമെന്നായിരുന്നു ADR സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം. വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്തെയും അവസാനിക്കുന്ന സമയത്തെയും കണക്കുകൾ തമ്മിൽ 5 മുതൽ 6% വരെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്നായിരുന്നു ADR ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഹർജി സുപ്രീം കോടതി വീണ്ടും തള്ളുകയായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിക്കുകയായിരുന്നു കോടതി ചെയ്തത്. ഡാറ്റ പുറത്തുവിടുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടാണ് എന്നും കൂടാതെ ഇത് ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെയായിരുന്നു കമ്മീഷന്റെ വാദങ്ങൾ. 17C ഫോം സ്ഥാനാർത്ഥിയുടെ ഏജന്റ് നൽകാറുണ്ടെന്നും പൊതുസമക്ഷം അത് വിതരണം ചെയ്യാൻ നിയമം ഇല്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞത്. എന്തായാലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നത് പകൽ പോലെ സത്യമാണെന്നിരിക്കെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ഏറെ നിർണായകമായേക്കും.